بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവും നിയന്താവുമായ സർവേശ്വരന് മുമ്പിൽ വിശ്വാസികൾ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് മനസ്സും ശരീരവും ദൈവത്തിങ്കൽ സമ്പൂർണമായ സമർപ്പണ ത്യാഗത്തിന് സന്നദ്ധമാകുന്ന വിശുദ്ധ മാസത്തിലെ ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കാനും കേൾക്കാനും സൗഭാഗ്യം നൽകിയ കാരുണ്യവാനായ സർവേശ്വരന് നാം സ്തുതി അർപ്പിക്കുക. ശാന്തി സമ്പൂർണമായൊരു ജീവിതം ഇരു ലോകത്തും നയിക്കാൻ കാരുണ്യവാനായ ജഗന്നിയന്താവ് നമുക്ക് അനുഗ്രഹം നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആതുര സേവനത്തിൻ്റെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളിൽ മുഴുകാനുള്ള സന്ദർഭം ലഭിച്ചിട്ടുള്ള ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഒരുപാട് കരയുന്നവർക്ക് ആശ്വാസം നൽകാൻ, പലരുടെയും കണ്ണുനീരൊപ്പാൻ, പലരുടെയും ദുഃഖങ്ങളിൽ പങ്കാളികളാകാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹീതരാണ്. റോഡുകളിൽ അപകടത്തിന് വിധേയമായി രക്തം വാർന്നൊലിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെടുന്ന അപകടവിധേയരായ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും നിങ്ങൾക്ക് അവസരം കൈവന്നിട്ടുണ്ടാകും. വർഷങ്ങളോളമായി നീണ്ട രോഗാതുരമായ അവസ്ഥയിൽ ദുഃഖിതരായി കഴിയുന്ന ആളുകൾ ഈ ലോകത്തോട് വിട പറയുന്ന വേർപാടിൻ്റെ നിമിഷങ്ങളിൽ ബന്ധുക്കളുടെ നിറഞ്ഞ കണ്ണീരിന് സാക്ഷികളാകാനും പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും. അപകടങ്ങളിൽപ്പെട്ട് ഏറ്റവും ദുഃഖസാന്ദ്രമായൊരു സാഹചര്യത്തിൽ ICUവിലേക്ക് കൊണ്ടുവരികയും രോഗിയെ വിദഗ്ധനായ ഡോക്ടർ പരിശോധിച്ച ശേഷം പുറത്ത് ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞു എന്ന 3 അക്ഷരം പറയാൻ മനുഷ്യസ്നേഹിയായ ഡോക്ടർക്ക് പലപ്പോഴും പ്രയാസം വന്നിട്ടുണ്ടാകും. ആ സമയത്ത് കൂടെ വന്നിട്ടുള്ള ആളുകളുടെ ദുഃഖസാന്ദ്രമായ മുഖത്തേക്ക് നോക്കാൻ പലപ്പോഴും പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, പക്ഷേ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ വാക്കുകൾ അവസാനിക്കുകയാണ്. അവിടെ ഡോക്ടറുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തോ ഒന്ന് അയാളിൽ നിന്ന് പറന്നകന്നു പോയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കരുതേ എന്ന് കൂടെ വന്നിരുന്ന മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തോ ഒന്ന് യാത്രയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതുവരെ കൂടെ കൊണ്ടുവന്ന് മുഹമ്മദ്, നാസർ, തോമസ്, ജോസഫ്, രമേശ് എന്നൊക്കെ വിളിച്ചിരുന്നവർ ഡോക്ടർ വന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം പിന്നീട് ഡെഡ് ബോഡി എപ്പോഴാണ് കൊണ്ടുപോവുക എന്നാണ് ചർച്ച ചെയ്യുന്നത്. മയ്യത്ത് എപ്പോഴാണ് എടുക്കുക എന്നാണ്
അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവരെ വിളിച്ച പേര് പിന്നീട് വിളിക്കപ്പെടാതിരിക്കാൻ എന്തേ കാരണം? അതുവരെ അഭിസംബോധന ചെയ്തിരുന്ന പദത്തിനു പകരം പിന്നീട് പുതിയ പദങ്ങൾ കടന്നു വരാൻ എന്തേ കാരണം? എന്തോ ഒന്ന് അവിടെ നിന്ന് യാത്രയായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. എന്താണ് ആ യാത്രയായിട്ടുള്ളത്? നാം കണ്ടിട്ടില്ല, പക്ഷെ നാം അനുഭവിച്ചിട്ടുണ്ട്. കാരണം അയാളെ ഇനിയും അതേപോലെ അത് കഴിഞ്ഞു എന്ന് പറയുന്ന നിമിഷം വരെ കൈകാര്യം ചെയ്ത പോലെ ഇനി കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ വെച്ചിരുന്നാൽ നമുക്കറിയാം അതിൻ്റെ ദുരന്ത ഫലം എന്തായിരിക്കുമെന്ന്. എന്തോ ഒന്ന് യാത്രയായിട്ടുണ്ട്. ആ യാത്രയായത് എന്താണ്? അതിനെ മതവിശ്വാസികൾ ആത്മാവ് എന്ന് വിളിക്കും. മതനിഷേധികളായ ആളുകൾ ഇക്കാലം അത്രയും അങ്ങനെയൊന്നുണ്ട് എന്നത് അംഗീകരിക്കാൻ പോലും സന്നദ്ധമായിരുന്നില്ല. പക്ഷെ ഇന്ന് അത്തരം ആളുകളും അത് അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ജോലി കഴിഞ്ഞുള്ള സായാഹ്നങ്ങളിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പല ടൗണുകളിലും പല ദിനങ്ങളിലും അനുശോചന യോഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരായ നേതാക്കൾ മരണപ്പെടുന്ന ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന അനുശോചന യോഗങ്ങൾ അങ്ങാടികളിൽ നാൽക്കവലകളിൽ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമന്യേ സകല ആളുകളും ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മരണപ്പെട്ട നേതാവിൻ്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ പങ്കാളികളാകുന്നു. അങ്ങനെ പങ്കാളികളായിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഒരു വാചകം പറഞ്ഞാണ് അവസാനിപ്പിക്കാറ്. ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കാറുള്ളത്. എന്താണ് സഹോദരങ്ങളെ ഈ പരേതാത്മാവ്? എന്താണ് ഈ നിത്യശാന്തി? ഈ രണ്ട് വിഷയത്തെ ആധാരമാക്കിയാണ് ചില കാര്യങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പരേതനൊരു ആത്മാവുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കുന്നു. ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കുന്നു. എങ്കിൽ ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്ന ലോകമേതാണ്? ആ നിത്യശാന്തി ലഭിക്കുന്നതിന് നമ്മുടെ മുമ്പിലുള്ള മാർഗമേതാണ്? ആ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മതം മനുഷ്യനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആമുഖമായി ആവശ്യപ്പെടുന്നു. മനുഷ്യനെ വർഗീയതയിലേക്ക് പ്രേരിപ്പിക്കുന്ന, കഴുത്തറുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന, സ്വാർത്ഥതയുടെ സങ്കുചിതത്വത്തിൻ്റെ വൽമികത്തിനുള്ളിലേക്ക് ഒതുങ്ങാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആധുനിക സമൂഹത്തിലെ മതത്തെക്കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ നാം സ്നേഹിക്കുന്നത് മനുഷ്യത്വമെന്ന ഉന്നതമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനനം ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ നമുക്ക് മനുഷ്യൻ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരായ നാം നമുക്കൊന്നിക്കാൻ സാധിക്കുന്ന ആശയം ഒന്നു മാത്രമാണ്. ഇവിടെ യൂണിഫോം ധരിക്കണമെന്ന് ഈ സ്ഥാപനത്തിൻ്റെ MDക്ക് ആവശ്യപ്പെടാം. പക്ഷേ യൂണിഫോം ധരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമാണ് ആവശ്യപ്പെടുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യരും ഒരേ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ആ ആശയം. എല്ലാ മനുഷ്യരും ഒരേ ഭാഷ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ആ ആശയം. എല്ലാ മനുഷ്യരും ഒരേ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ആ ആശയം. കാരണം വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും സൃഷ്ടിലോകത്ത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരുമിക്കാവുന്ന സന്ദേശം ഏതാണ്? എനിക്കും നിങ്ങൾക്കും വിഭാഗീയതയില്ലാതെ യോജിക്കാവുന്ന ആശയം ഏതാണ്? ആ ആശയം ഞാനും നിങ്ങളും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. ഞാനൊരു അധ്യാപകനാണ്. കഴിഞ്ഞ 10-25 വർഷമായി ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ 22ഓളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വ്യത്യസ്ത ഭാഷകളും ആശയങ്ങളും പഠിക്കുന്ന കുട്ടികൾ. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. 7:35 ഫസ്റ്റ് ബെല്ലടിച്ചാൽ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഹിന്ദു ചൊല്ലുന്നുണ്ട്, ക്രിസ്ത്യാനി ചൊല്ലുന്നുണ്ട്, ജൈനനും പാഴ്സിയും ചൊല്ലുന്നുണ്ട്, ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ചൊല്ലുന്നുണ്ട്. ഒരാളും പറയുന്നില്ല ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ്? അതേ പ്രാർത്ഥന മലയാളത്തിലും ഞാനും നിങ്ങളുമൊക്കെ നേരത്തെ ചൊല്ലിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ബെല്ലടിച്ചപ്പോൾ അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. അവിടെ നാം ഒന്നായി മാറുകയാണ്.
വ്യത്യസ്ത വീടുകളിൽ നിന്ന് വന്നവർ, വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്നവർ, വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ ഒന്നാകുന്ന പോയിന്റ് എവിടെയാണ്? ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. കാരണം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കുടിക്കുന്ന വെള്ളം ഒന്നാണ്, ശ്വസിക്കുന്ന വായു ഒന്നാണ്, വസിക്കുന്ന ഭൂമിയുടെ പ്രതലം ഒന്നാണ്, ചൂടും പ്രകാശവും ആസ്വദിക്കുന്ന സൂര്യൻ ഒന്നാണ്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വിഭാഗീയതയില്ലാതെ വർഗീയതയില്ലാതെ യോജിക്കാവുന്ന പോയിന്റ് ഒന്ന് മാത്രമാണെന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ രാവിലെ ബെല്ലടിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മളോട് പ്രഖ്യാപിക്കുന്നു. സ്രഷ്ടാവായ ഏകനായ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് ലോകത്തെ വർഗീയത ഇല്ലാതായിത്തീരുന്നത്. ഇതൊരു പ്രായോഗികമായ ആശയമാണ്. പക്ഷേ എന്താകുന്നു ഈ ദൈവം? ആരാകുന്നു ഈ ദൈവം? ആർക്കാണ് ദൈവമായി തീരാൻ അർഹതയുള്ളത്? ലോകത്ത് കലാപങ്ങൾ നടക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ പേരിലാണ്. മതമെന്ന മനുഷ്യനെ സംസ്കരിക്കേണ്ടുന്ന, മനുഷ്യനെ മുണ്ടുടുക്കാൻ പഠിപ്പിച്ച, മനുഷ്യനെ അമ്മയെ അമ്മയായും പെങ്ങളെ പെങ്ങളായും കാണാൻ പഠിപ്പിച്ച ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ മനുഷ്യൻ ഓതിക്കൊടുത്ത മതമെന്ന വാക്ക് പോലും രണ്ടാമത്തെ അക്ഷരത്തിന് മാറ്റം വന്ന് മതമായി തീർന്ന, ഭ്രാന്തായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്ഷമിക്കുക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വാർത്ഥവൽക്കരിക്കപ്പെട്ട, വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു മതത്തെക്കുറിച്ചോ ഒരു വിശ്വാസത്തെക്കുറിച്ചോ അല്ല. മറിച്ച് യഹോവയായ ദൈവം മനുഷ്യനെ പഠിപ്പിച്ച, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ സർവേശ്വരൻ മനുഷ്യനെ പഠിപ്പിച്ച, അള്ളാഹു മനുഷ്യനെ പരിചയപ്പെടുത്തിയ വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്ത ഒരാശയമുണ്ട്. എവിടെയാണ് നമുക്ക് യോജിക്കാൻ സാധിക്കുന്നത്? അവിടെ മാത്രം. ആരാകുന്നു ആ ദൈവം? എന്താകുന്നു ആ ദൈവം? മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി നിയുക്തരായ, കാലാകാലങ്ങളിൽ കടന്നു വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാർ, മുനിമാർ, മഹർഷിമാർ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഒന്ന്, സ്രഷ്ടാവ് മാത്രമാണ് ദൈവമായിട്ടുള്ളത്. സൃഷ്ടിച്ചവന് മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമേത് എന്ന് ഒന്നാമതായി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് മുഹമ്മദ് നബി പ്രാർത്ഥിക്കപ്പെടാൻ അർഹനല്ല. യേശുക്രിസ്തു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കപ്പെടാൻ അർഹനല്ല. മഹാനായ ശ്രീരാമൻ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രീരാമൻ പ്രാർത്ഥിക്കപ്പെടാൻ അർഹനല്ല. ഇതാണ് വേദങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. പിന്നെ ശ്രീരാമനെ സൃഷ്ടിച്ച, യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച, മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ അധിപനായൊരു സർവേശ്വരനുണ്ട്. അവരോടാണ് ഈ മഹാന്മാർ പ്രാർത്ഥിച്ചത്. മഹാനായ ശ്രീരാമൻ തൻ്റെ ഇണയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. അണ്ണാറക്കണ്ണൻ്റെ സേവനം പോലും ഉപയോഗപ്പെടുത്തേണ്ടി വന്നതുകൊണ്ടാണല്ലോ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പ്രയോഗം പോലും മലയാളത്തിൽ വന്നിട്ടുള്ളത്. മഹാനായ ശ്രീരാമൻ ഒരമ്മയുടെ കുഞ്ഞായി ജനിച്ചു. ആ മഹാനായ ശ്രീരാമന് അമ്മയുടെ കുഞ്ഞായി വളർന്നപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായിരുന്നു. ഇവിടെ മഴയുണ്ടായിരുന്നു, ഇവിടെ വായു ഉണ്ടായിരുന്നു. ആര് നൽകി? മഹാനായ യേശുക്രിസ്തു കന്യാമറിയമിൻ്റെ വയറ്റിലൊരു കുഞ്ഞായി ജനിച്ചപ്പോൾ പ്രപഞ്ചമുണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. ആര് നൽകി? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന എന്ന സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചപ്പോഴും ഈ പ്രപഞ്ചമുണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. ആര് നൽകി? മഹാനായ ശ്രീരാമന് ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായപ്പോൾ ഹിരണ്യഗർഭനോട്, ഹിരണ്യത്തെ ഗർഭം ധരിച്ച സർവേശ്വരനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ മഹാനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഏലി ഏലി ലമ്മാ ശബക്താനി, കർത്താവേ കർത്താവേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് തൻ്റെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെങ്കിൽ, ത്വായിഫിലേക്ക് ആത്മരക്ഷാർത്ഥം യാത്ര പോയ മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് ആളുകളുടെ കല്ലേറിട്ട് തിരിച്ചു നടക്കുന്ന ഘട്ടത്തിൽ തൻ്റെ സൃഷ്ടാവായ മോസസ് പ്രവാചകൻ്റെയും യേശു പ്രവാചകൻ്റെയും സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെങ്കിൽ അവരൊക്കെ പഠിപ്പിച്ചത് ഒരേ ആശയം എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്തവനാണ്. വെള്ളം മുസ്ലിങ്ങളുടേതാണ്, അതുകൊണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമേ കുടിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് എത്ര നിരർത്ഥകമായ ആശയമാണ്. വായു ക്രിസ്ത്യാനികളുടേതാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതെത്ര നിരർത്ഥകമായ ആശയമാണ്. പ്രപഞ്ചത്തിലെ വായുവും വെള്ളവും താരാപഥത്തിലെ കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളെയും കൂട്ടിമുട്ടലുകളില്ലാതെ സംവിധാനിച്ച പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട്.
ഞാൻ ഇങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി ബഹുമാൻ്റെ സുഹൃത്ത് ജമാൽ നേരത്തെ വിളിച്ചപ്പോൾ 5 മണി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ 2 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എത്താൻ 5:15 അങ്ങനെയാണ്. എത്ര നമ്മൾ മുൻകൂട്ടി കണ്ടാലും അങ്ങനെ സാധിക്കുള്ളൂ. 25 മണിക്കൂർ ഖത്തർ എയർപോർട്ടിൽ ഇരുന്ന അനുഭവം എനിക്കുണ്ട്. വളരെ കൃത്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ, അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വിദഗ്ധരായിരിക്കുന്ന പൈലറ്റുമാർ, അതുപോലെ തന്നെ കൃത്യമായി സംവിധാനിക്കപ്പെട്ട ട്രാക്കുകൾ, ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എഞ്ചിനുകൾ, ഇതൊക്കെ ഘടിപ്പിച്ചിട്ടും 25 മണിക്കൂർ വൈകി ഓടുന്ന ട്രെയിനിനെ കുറിച്ചുള്ള വാർത്ത എന്തേ നമുക്ക് കേൾക്കേണ്ടി വരുന്നു? മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സൂര്യോദയം 6 മണി എത്ര മിനിറ്റിനെന്ന് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാലിയുടെ വാൽനക്ഷത്രം ഇനി ഭൂമിയോട് എന്ന് അടുത്തു വരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ കലണ്ടറുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തേ അത് 6:11 എന്ന് നേരത്തെ കൃത്യമായി എഴുതാൻ സാധിക്കുന്നു? കാരണം വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പ് വിശുദ്ധ ഖുർആൻ 36-ാമത്തെ അധ്യായത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നു. സൂര്യൻ അതിൻ്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇടമറുകി എന്ന യുക്തിവാദികളുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ പരിഹസിച്ചിരുന്നു. സൂര്യൻ ചലിക്കുന്നു പോലും മുഹമ്മദ് പറഞ്ഞൊരു വിഡ്ഢിത്തം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം സൂര്യൻ മാത്രമല്ല പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പരമാണുവിലെ ഏറ്റവും മൗലിക കണങ്ങൾ പോലും ചലനാവസ്ഥയിലാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയ ആധുനിക യുഗത്തിൽ ചലനം സൃഷ്ടിയുടെ സ്വഭാവമാണ്, ബേസിക് നേച്ചറാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിൽ ഖുർആനിൻ്റെ ഈ പരാമർശം, സൂര്യൻ ചലിക്കുന്നു, ചന്ദ്രന് അതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, ഉണങ്ങിയ ഈത്തപ്പന തണ്ട് പോലെ അത് ചുരുങ്ങിയതാകുന്നു. എന്നിട്ട് ലശംസു സൂര്യന് ചന്ദ്രനെ അതിജയിക്കാനോ രാവിന് പകലിനെ മുൻകടക്കാനോ സാധ്യമല്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതാതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാനത്തേക്ക് നോക്കി നക്ഷത്രമെണ്ണാൻ മാത്രം പഠിച്ചിരുന്ന, വാനയാത്രകൾ നടത്തിയിട്ടില്ലാത്ത നിരക്ഷനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പ്രപഞ്ചത്തിൻ്റെ അധിപനായ സർവേശ്വരൻ പഠിപ്പിച്ചു. സ്രഷ്ടാവ് അവൻ മാത്രമാണ്. 2, നമ്മുടെ മുമ്പിൽ രണ്ടാമത്തൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും രാത്രി 2 മണി സമയത്ത് പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു. നമ്മൾ ആരെ വിളിക്കും? സഹായത്തിനു വേണ്ടി ആരെ വിളിക്കും? നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കേന്ദ്രമായി സ്വീകരിച്ചത് ഒരു മനുഷ്യ ദൈവത്തെയാണെങ്കിൽ, നമ്മെ ആശ്ലേഷിക്കുന്ന, നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യ ദൈവത്തെയാണെങ്കിൽ, ആ മനുഷ്യ ദൈവം തൻ്റെ വീട്ടിൽ ആശ്രമത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിച്ചത് ഒരു ബിംബത്തെയാണെങ്കിൽ, അത് ഏതോ ആരാധനാലയത്തിൽ ആ രാത്രിയുടെ ഏകാന്തമായി കഴിയുകയാണ്. ആ സമയത്ത് നിശയുടെ നിശാന്തതയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയാൻ, നമ്മുടെ ദുഃഖമറിയാൻ ആർക്കാണ് സാധിക്കുക? മിടിച്ചുകൊണ്ടിരിക്കുന്ന, മിനിറ്റിൽ 72 തവണയായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന, 5 ലിറ്ററോളം രക്തം നിരന്തരമായി പമ്പ് ചെയ്യുന്ന, അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഈ ഹൃദയത്തെ സംവിധാനിച്ച പ്രപഞ്ചത്തിൻ്റെ അധിപനല്ലാതെ ആർക്കാണ് സാധിക്കുക? രാത്രി സമയത്തും ഉറക്കമില്ലാത്തവൻ ഒരേ ഒരു ശക്തി മാത്രം, ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. യേശുവിൻ്റെയും മോസസിൻ്റെയും ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും മുഹമ്മദ് നബിയുടെയും എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മാത്രം. ഭാഷയാണല്ലോ നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കാനുള്ള ഉപാധി. ഭാഷ മനുഷ്യൻ്റെ മുമ്പിൽ പ്രശ്നമാണ്. കേരളത്തിലെ ആരാധിക്കപ്പെടുന്ന, ഞാൻ അവരോടുള്ള എല്ലാ ആദരവും ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, 53-ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി അന്ന് മലയാള മനോരമയുടെ സപ്ലിമെൻറ്റിൽ അവർ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഒരു വരിയുണ്ടായിരുന്നു. ഇന്ന് 50-ലേറെ ഭാഷകളിൽ എനിക്ക് പ്രാർത്ഥനാ ഗീതം ചൊല്ലേണ്ടി വരുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക്. അവർ തുറന്നു പറയുന്നു, എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഭാഷയാണ്. അപ്പോൾ
ലോകത്ത് ജീവിക്കുന്ന നൂറുകണക്കിന് വരുന്ന രാഷ്ട്രങ്ങളിലെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഹൃദയവികാരങ്ങൾ അറിയുന്ന ഒരു മനുഷ്യ ദൈവമുണ്ടോ? ഇല്ല. ഒരു പുരോഹിതൻ, ഒരു സ്വാമി, ഒരു മൗലവി, ഒരു പണ്ഡിതൻ, ഒരു മഹാൻ, ഒരു ഔലിയ ഉണ്ടോ? ഇല്ല. എന്നാൽ ഭാഷകൾ ആവശ്യമില്ലാതെ മനുഷ്യൻ്റെ വികാരങ്ങൾ അറിയുന്ന, ഹൃദയത്തെ സൃഷ്ടിച്ച, മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥൻ, വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്തവൻ, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഈ പ്രപഞ്ചത്തെ സുന്ദരമായ ഒരു തൊട്ടിലുപോലെ സംവിധാനിച്ചിട്ടുള്ള നാഥൻ. അപ്പോൾ ഉറങ്ങുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉറങ്ങാത്തൊരു ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാഷ ഒരു ന്യൂനതയായ, ഒരു പരിമിതിയായ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭാഷ ആവശ്യമില്ലാതെ വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത് യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, ദൃഷ്ടിഗോളത്തിൻ്റെ ചലനങ്ങളും ഹൃദയാന്തർഭാഗത്തെ വികാരങ്ങളും അറിയുന്നവനാണ് അവൻ. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ദൈവം സംസാരിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവൻ്റെ ജീവനാഡിയേക്കാൾ, കണ്ഠനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുന്നു. അകലെയല്ല. അകലെയാണെന്ന സങ്കല്പമാണ് പലരെയും ഇടയിൽ വെക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്നു ഞാൻ എന്ന് ദൈവം സുവിശേഷം അറിയിക്കുന്നു. എന്നിട്ടോ അവൻ്റെ മനസ്സെന്ത് മന്ത്രിക്കുന്നുവോ അതെനിക്കറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ. നാലാമത്തെ വിഷയം, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? ഒരുപക്ഷെ നമ്മൾ പറയും എൻ്റെ ഭാര്യയാണ്, എനിക്ക് വേണ്ടി ജീവിതത്തിൽ അവൾ എത്ര കഷ്ടപ്പെടും. ശരിയാണ്. എൻ്റെ ഭർത്താവാണ്, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും എന്നോടുള്ള ഇഷ്ടം കാരണമാണ് അദ്ദേഹം പോകാതിരിക്കുന്നത്. ശരിയാണ്. സ്നേഹം നാം ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. സ്നേഹമെന്ന വാക്കിൽ പോലും സ്നേഹം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കവി എഴുതിയത്, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെയും സത്ത് സ്നേഹമാണ്. ഉമ്മയുടെ സ്നേഹം, മാതാവിൻ്റെ സ്നേഹം ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞവരാണല്ലോ നമ്മൾ. പൊക്കിൾക്കൊടി, അത് വല്ലാത്തൊരു ബന്ധമാണ്. ഏറെ പ്ലാസ്റ്റിക് സർജറികൾ നടന്നിട്ടുള്ള ഒരു ആതുരാലയമാണല്ലോ ഇത്. പക്ഷേ ഒരു പ്ലാസ്റ്റിക് സർജറിക്കും മായ്ച്ചു കളയാൻ, നിർമാർജനം ചെയ്യാൻ സാധിക്കാത്തൊരു പാട് നമ്മുടെ ദേഹത്തുണ്ട്. 9 മാസക്കാലം ആ ഉമ്മയുമായി നിരന്തരമായ ബന്ധം കാത്തു സൂക്ഷിച്ച നമ്മുടെ ദേഹത്ത് ആ അമ്മയുടെ മാറിൽ തൊഴിച്ചാലും മകന് മായ്ച്ചു കളയാൻ സാധിക്കാത്തൊരു പാടാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത്. പൊക്കിൾ കൊടിയടയാളം. മാതാവിൻ്റെ സ്നേഹം, പരിധിയില്ലാത്ത സ്നേഹം അനുഭവിച്ചവരാണ് നമ്മൾ. അച്ഛൻ്റെ ഉപ്പയുടെ സ്നേഹം, രാത്രി 12 മണി സമയത്ത് ജീവിതത്തിൻ്റെ ഭാരം ചുമന്ന് കുനിഞ്ഞ ശിരസ്സുമായി, ഒടിഞ്ഞ ശരീരവുമായി അർദ്ധരാത്രിക്ക് വീട്ടിലേക്ക് കയറി വന്ന് ഒരു തൊട്ടിലിൽ കൈക്കുഞ്ഞായി ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മെ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് നെറ്റിയിൽ തുരുതുര ഉമ്മ വെച്ചിരുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ ഉപ്പയുടെ സ്നേഹവും അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. ഭാര്യയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഇതൊക്കെ. പക്ഷേ ഈ സ്നേഹത്തിനെല്ലാം പലപ്പോഴും പരിധികളുണ്ടായിത്തീരും. അമ്മ കൈക്കുഞ്ഞനെ കുറ്റിക്കാട്ടിൽ എറിഞ്ഞതിൻ്റെ വാർത്ത പത്രകോളത്തിൽ വായിച്ചിട്ടുണ്ട് നമ്മൾ. സ്വന്തം ഭർത്താവിനെ കൊല ചെയ്ത് സൂട്ട് കേസിലാക്കിയ ഭാര്യയുടെ വാർത്തകൾ പത്രകോളത്തിൽ വായിച്ചിട്ടുണ്ട് നാം. ഭൗതിക ലോകത്തെ ഈ സ്നേഹങ്ങളെല്ലാം പലപ്പോഴും പരിധികളുള്ളതാണ്. ഞാനോ നിങ്ങളൊരു രോഗിയായി വീട്ടിൽ കിടന്നു എന്ന് സങ്കല്പിക്കുക. സർവേശ്വരൻ സകല രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നട്ടെല്ലിന് ക്ഷതമേറ്റു വർഷങ്ങൾ കിടപ്പിലായാൽ പരിചരിക്കുന്ന ഭാര്യയും മക്കളും പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടാകും. കുറേ നാളുകൾ കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും നമ്മെക്കുറിച്ച് മറന്നുപോകും. നാട്ടുകാർ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നതുപോലും മറന്നുപോയി തുടങ്ങും. പിന്നീട് ആരെങ്കിലും ഒരു അതിഥിയായി വീട്ടിൽ വന്നാൽ, ഒരു വിവാഹത്തിന് ക്ഷണിച്ച ശേഷം അവർ പറയും, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണല്ലോ, കാരണം അച്ഛൻ ഈ കിടപ്പ് കാരണം, ബാപ്പ ഈ അവസ്ഥയിലായതുകൊണ്ട് എന്ന് പറയുമ്പോൾ കിടക്കുന്ന ആ മനുഷ്യൻ തിരിച്ചറിയുന്നു താനൊരു ഭാരമായിരിക്കുന്നു എല്ലാവർക്കുമെന്ന്. സ്നേഹം വറ്റിപ്പോകുന്ന നിമിഷങ്ങൾ അയാൾ അനുഭവിച്ചറിയുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തന്നെ കൈവിട്ടു എന്ന് തിരിച്ചറിയുമ്പോഴും നമ്മെ കൈവിടാത്ത ഒരു ശക്തിയുണ്ട്. ആ സമയത്തും നമ്മെ കൈവിടാത്ത ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ കാരുണ്യവാനായ സർവേശ്വരൻ. വിശുദ്ധ ഖുർആൻ 99ഓളം വരുന്ന ദൈവത്തിൻ്റെ നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ 113ഓളം സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നാമമാണ് റഹ്മാൻ, പരമകാരുണ്യകൻ എന്ന പദം. 59ഓളം സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് റഹീം,
കരുണാനിധി എന്ന പദം. അത്രയേറെ കാരുണ്യവാനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം. ആ ദൈവം, കാരുണ്യവാനായ സർവേശ്വരൻ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ മുമ്പിൽ മാത്രമാകണം നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രയാസങ്ങൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് അറബിയിലൊരു പേരുണ്ട്, അസ്ലമ എന്ന് പറയും. അസ്ലമ, കീഴ്പ്പെട്ടു, സമർപ്പിച്ചു, സമ്പൂർണമായി കീഴൊതുങ്ങി. അതുകൊണ്ട് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സൂര്യൻ അസ്ലമ, കീഴൊതുങ്ങി. അതുകൊണ്ട് സൂര്യൻ മുസ്ലിമാണ്. സൂര്യൻ ചലിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ സമ്പൂർണമായ വിധേയമായിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6:39 അസ്തമയമെങ്കിൽ അത് 39 സംഭവിക്കും, 6:12 ഉദയമെങ്കിൽ അത് 6:12 സംഭവിക്കും. കാരണം സൂര്യൻ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി കീഴൊതുങ്ങി. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. വിശുദ്ധ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നു, നീ കാണുന്നില്ലേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു, കീഴൊതുങ്ങിയിരിക്കുന്നു. ഏതെല്ലാം? ഖുർആൻ എണ്ണിപ്പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വരുന്ന സൃഷ്ടിജാലങ്ങൾ എല്ലാം, മനുഷ്യരിൽ കുറച്ചാളുകളും. സൂര്യൻ സമ്പൂർണമായി ദൈവത്തിന് കീഴൊതുങ്ങി. അതുകൊണ്ട് സൂര്യൻ മുസ്ലിമാണ്. ചന്ദ്രൻ ദൈവത്തിന് കീഴൊതുങ്ങി. അതുകൊണ്ട് ചന്ദ്രൻ മുസ്ലിമാണ്. മരങ്ങളും മൃഗങ്ങളും ദൈവത്തിന് കീഴൊതുങ്ങി. അതുകൊണ്ട് അവയും മുസ്ലിമാണ്. ഇതാണ് ഇസ്ലാം എന്ന പദത്തിനർത്ഥം. വെള്ളം നൽകിയ, വായു നൽകിയ, ജീവൻ നൽകിയ സർവേശ്വരന് സമ്പൂർണമായി സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിനർത്ഥം. അതുകൊണ്ട് സൂര്യൻ ചെയ്ത പോലെ, നക്ഷത്രങ്ങൾ ചെയ്ത പോലെ, താരാപഥത്തിലെ കോടിക്കണക്കിന് വരുന്ന ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം ചെയ്ത പോലെ മനുഷ്യനും ചെയ്താൽ ലോകത്ത് സമാധാനമായി. എന്തുകൊണ്ട്? ഈ ഗോളങ്ങൾ കോടാനുകോടി വരുന്ന, നിങ്ങൾക്കറിയാമല്ലോ, 1300 കോടി പ്രകാശ വർഷം എന്നാണ് പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പഠിച്ചിരുന്നത്, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നോക്കിക്കണ്ടത്. അന്ന് പഠിപ്പിച്ചിരുന്ന ഫിസിക്സ് അധ്യാപകൻ അതിൻ്റെ കിലോമീറ്റർ കണക്ക് എഴുതി പഠിപ്പിച്ചു തന്നിരുന്നു. 91 ശേഷം 11 zeros ഇട്ടാൽ കിട്ടുന്ന അത്രയും കിലോമീറ്റർ, അത്രയും ദൂരെ വരെ മാത്രമേ ഭൂമിയിൽ നിന്ന് കണ്ടിട്ടുള്ളൂ എന്നും. കോടാനുകോടി വരുന്ന ഈ നക്ഷത്രങ്ങൾ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കൂട്ടിമുട്ടലുകളില്ല, എവിടെയും അസ്വാരസ്യങ്ങളില്ല. കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഭക്ഷണത്തിനു വേണ്ടിയുള്ള പരസ്പരമുള്ള കൊല്ലൽ അല്ലാതെ മറ്റൊന്നില്ല. വർഗീയതയില്ല അവയ്ക്കിടയിൽ, വിഭാഗീയതയില്ല, സംഘർഷങ്ങളില്ല. ഇതെല്ലാം ഉള്ളത് മനുഷ്യനിൽ മാത്രമാണ്. എന്തുകൊണ്ട്? ഈ സൂര്യൻ ചെയ്ത പോലെ, നക്ഷത്രങ്ങൾ ചെയ്ത പോലെ, മരങ്ങളും മൃഗങ്ങളും ചെയ്ത പോലെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട്. അതുകൊണ്ട് മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുന്നത്, അസ്ലിം, നീ കീഴൊതുങ്ങുക, നീ സമർപ്പിക്കുക. നിന്റെ ഇച്ഛയെ, നിന്റെ വികാരത്തെ, നിന്റെ ആഗ്രഹത്തെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കി തീർക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പ്രത്യേകത, സൃഷ്ടാവായ ദൈവം മനുഷ്യനോട് നൽകിയ ഒരു ഔദാര്യം, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകി എന്നതാണ്. അത് മൃഗങ്ങൾക്കില്ല, അത് മറ്റു ജീവജാലങ്ങൾക്കില്ല. എങ്ങനെയാണോ അവ പണ്ട് കൂടുണ്ടാക്കിയത്, ആ ഇൻസ്റ്റിങ്ക്റ്റ്, ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്നും അവ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ രംഗത്ത് ഞാൻ ഓർത്തു പോകുന്നുണ്ട്, 98-ൽ ഒരു മൊബൈൽ കിട്ടിയപ്പോൾ, അന്ന് നാട്ടിൽ നിന്ന് റേഞ്ച് കിട്ടാൻ വേണ്ടി 25 കിലോമീറ്റർ കോഴിക്കോട്ടേക്ക് ബസ് കയറി യാത്ര ചെയ്ത അനുഭവം എനിക്കുണ്ട്. ഇന്നോ വിരൽ തുമ്പിൽ എത്രത്തോളം അത്ഭുതങ്ങൾ വന്നു കഴിഞ്ഞു. നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ഗണിതത്തിലെ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ, ജാമിതീയ പ്രോഗ്രഷൻ്റെ വിധത്തിലാണല്ലോ ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുണ്ടായി? മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് നന്മയും തെന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മാർഗദർശനം അനിവാര്യമാണ് മനുഷ്യന്. നന്മയേത്, തിന്മയേത്, സത്യമേത്, അസത്യമേത്, ധർമ്മമേത്, അധർമ്മമേത്, അതെങ്ങനെ തിരഞ്ഞെടുക്കും? ഈ ആശുപത്രിയിലെ ഏറ്റവും വിദഗ്ധനായൊരു ഡോക്ടർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ രോഗിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. തൊട്ടപ്പുറത്ത് വീട്ടിൽ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഡോക്ടർ പാവപ്പെട്ട രോഗിയെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരന്ന് വാങ്ങുന്ന പോലെ കൈക്കൂലി വാങ്ങുന്നു. ഈ രണ്ട് മനുഷ്യർ രണ്ടുപേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇവിടെയുള്ള നല്ല ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല പണമാണ്, മറ്റേയാളുടേത് ചീത്ത പണമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം?
ഏത് മാനദണ്ഡവും വെച്ചിട്ടാ പറയാം? കൈക്കൂലി വാങ്ങിയ പണവും അല്ലെങ്കിൽ പോക്കറ്റടിച്ച പണവും വിയർപ്പൊഴുക്കി അധ്വാനിച്ച പണവും വേർതിരിയുന്നത് എവിടെയാണ്? രണ്ടും ബാങ്കിൽ കൊടുത്താൽ ഒരേ വാല്യൂ ആണ്. ഒരു കടയിൽ കൊടുത്ത് ചില്ലറ വാങ്ങിയാൽ ഒരേ കാശാ ലഭിക്കുക. ഒന്ന് നല്ല പണവും മറ്റേത് ചീത്ത പണവുമാകുന്നത് എവിടെയാണ്? ഒരു സംഘം ആളുകൾ കൊണ്ടുവന്ന് ഇവിടെ പെട്ടെന്ന് കൊണ്ടുവന്നു പ്രസവിച്ചു. പിന്നീടാണ് അറിയുന്നത് അച്ഛൻ അഡ്രസ്സ് ഇല്ലാതെ ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടുകളിൽ പലയിടങ്ങളിൽ പിറക്കുന്നു. എന്നാൽ വിവാഹത്തിലൂടെയും കുഞ്ഞ് ജനിക്കുന്നു. ആദ്യം പറഞ്ഞത് ചീത്തയാണ്, രണ്ടാമത് പറഞ്ഞത് നല്ലതാണ്. വിവാഹം ഉത്തമമായ മാർഗം, വ്യഭിചാരം മോശപ്പെട്ട മാർഗം. രണ്ടിലും കുഞ്ഞുണ്ടാകുന്നു. രണ്ട് കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ശരീരഘടനയിലാണോ? അനാട്ടമിയിൽ വല്ല വ്യത്യാസമുണ്ടോ? എവിടെ ഒന്ന് നല്ലതും മറ്റേത് ചീത്തയുമാകുന്നത്? എവിടെയാണ്? ഞാൻ എൻ്റെ വീട്ടിലെ പറമ്പിൽ കൃഷി ചെയ്തൊരു നേന്ത്രവാഴക്ക കുല കൃഷി ചെയ്തുണ്ടാക്കുന്നു. എൻ്റെ നാട്ടിലെ മറ്റൊരാൾ പാടത്ത് നിന്ന് ഒരു കർഷകൻ അധ്വാനിച്ചുണ്ടാക്കിയ നേന്ത്രവാഴക്കുല മോഷ്ടിച്ചെടുക്കുന്നു. ആദ്യം പറഞ്ഞത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയത് നല്ലതും മറ്റേത് ചീത്തയുമാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഏത് മാനദണ്ഡമനുസരിച്ച്? എവിടെയാണ് വ്യത്യാസം? കാർബോഹൈഡ്രേറ്റിൽ, ജീവകങ്ങളിൽ, ധാതു ലവണങ്ങളിൽ എവിടെയും മാറ്റം ഉണ്ടാകണമെന്നില്ല. എവിടെയാണ് ഒന്ന് നല്ലതും മറ്റേത് ചീത്തയുമാകുന്നത്? അപ്പോൾ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടി വരും. ഭൗതികമായ മാനദണ്ഡം വെച്ചുകൊണ്ട് ലോകത്ത് ധർമാധർമ്മങ്ങളെ, സത്യാസത്യങ്ങളെ വേർതിരിക്കുക സാധ്യമല്ല. നല്ലതും ചീത്തയും മനുഷ്യന് വേർതിരിക്കുക സാധ്യമല്ല. നിങ്ങൾക്ക് നല്ലതാകുന്നത് എനിക്ക് ചീത്തയാകും. വേശ്യാവൃത്തി തൊഴിലാക്കിയ വേശ്യക്ക് അവൾ ചെയ്യുന്നത് നല്ല പണിയാണ്. ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധയായ അമ്മയ്ക്ക് അവൾ ചെയ്യുന്നത് മോശമാണ്. എവിടെയാണ് വേർതിരിയുന്നത്? മനുഷ്യൻ്റെ ബുദ്ധി ധർമാധർമ്മങ്ങൾ വേർതിരിക്കുന്നിടത്ത് പരിമിതമാണ്. അതുകൊണ്ട് ആത്യന്തികമായി മനുഷ്യന് സത്യാസത്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് മാർഗനിർദ്ദേശം ലഭിക്കണം. അത് എവിടുന്ന് കണ്ടെത്താം? അത് മനുഷ്യൻ തന്നെ ചിന്തിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ അപകടമാണ്. കാരണം മനുഷ്യബുദ്ധി പരിമിതിയുള്ള, നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, പരിമിതിയുള്ള മനുഷ്യബുദ്ധിയുടെ തുലാസിലിട്ടുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപാധികളെ, ധർമാധർമ്മങ്ങളെ, സത്യാസത്യങ്ങൾ വേർതിരിക്കാൻ ശ്രമിച്ചാൽ അപകടമായി തീരും. ഇന്നലെ ശരിയായത് ഇന്ന് തെറ്റെന്ന് പറയേണ്ടി വരും. ഇന്ന് ശരി നാളെ തെറ്റെന്ന് പറയും. പ്രാഗ്മാറ്റിസത്തെ പോലെയാകും. yesterday there were some values, today there are some values, tomorrow there will be some values. അതാണല്ലോ പ്രാഗ്മാറ്റിസം. അപകടകരമായ ആധുനികമായ ഒട്ടനവധി പ്രതിസന്ധികൾ മനുഷ്യൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആ ഐഡിയോളജി നൽകിയ സംഭാവന. എന്നാൽ മൂല്യങ്ങൾ എന്നും ഒരേപോലെ പ്രാവർത്തികമായ കാര്യമാണ്. ഏതാണ് മൂല്യം, എന്താണ് മൂല്യം, എങ്ങനെ നിർണ്ണയിക്കും? അത് നിർണ്ണയിക്കുന്നിടത്ത് മനുഷ്യബുദ്ധി പരിമിതമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അധിപനായ സർവേശ്വരൻ സ്ഥലകാല സമയങ്ങൾക്കതീതമായ, ജനന മരണ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായ സർവേശ്വരൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ആത്യന്തികമായി ധർമ്മം, മൂല്യം മനുഷ്യനെ പഠിപ്പിക്കാൻ ദൈവത്തിനെ സാധിക്കുകയുള്ളൂ. അത് ദൈവം നേർക്കുനേരെ വന്ന് ചെയ്യുന്നതിന് പകരം മനുഷ്യരെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനോട് എന്തു ഭക്ഷിക്കണം, എന്തു ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ മനുഷ്യരിലേക്ക് മാർഗദർശകനായി വരണം. കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനോട് ലൈംഗിക ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വിവാഹം കഴിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന പച്ചയായ മനുഷ്യൻ തന്നെ മാർഗദർശകനായി വരണം. അതുകൊണ്ട് ദൈവം ഉന്നതരായ മനുഷ്യരെ തെരഞ്ഞെടുത്തു, മനുഷ്യർക്കിടയിലേക്ക് മാർഗദർശകരായി നിയോഗിച്ചു. ആ ദൈവം നേർക്ക് നേരെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി ജനിച്ച് അവതാരമായി കടന്നു വരിക, അത് പ്രായോഗികമാണോ? അത് സത്യമാണോ? സത്യമല്ല. കാരണം അങ്ങനെ ഒരു കുഞ്ഞായി തീരുമ്പോൾ ആ കുഞ്ഞിനൊരമ്മയുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ അമ്മയായി മാറും. ആ കുഞ്ഞിന് പോഷകാംശങ്ങൾ ആവശ്യമാണ്. ആ കുഞ്ഞ് ജനിച്ചാൽ വായു ആവശ്യമാണ്. ഏത് ദൈവമാണ് ആ വായു നൽകുക? ദൈവത്തെ തന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ സൃഷ്ടിച്ച വായു ശ്വസിക്കുകയോ? പരമാബദ്ധം. അതുകൊണ്ട് ഒരമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞായി മാറി അവതാരമായി ദൈവം കടന്നു വരുന്നതിനെ പ്രപഞ്ചത്തിൻ്റെ മതം, യേശു പഠിപ്പിച്ച മതം, മുഹമ്മദ് നബി പഠിപ്പിച്ച മതം, മോസസ് പ്രവാചകൻ പഠിപ്പിച്ച മതം, അതേപോലെ തന്നെ അബ്രഹാം പ്രവാചകൻ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം മനുഷ്യന് അനുവദിക്കുന്നില്ല. മറിച്ച് മനുഷ്യരെ തെരഞ്ഞെടുത്തു, മനുഷ്യർക്ക് മാർഗദർശകരായി പറഞ്ഞയച്ചു. പച്ചയായ മനുഷ്യർ, ഉണ്ണുകയും ഉറങ്ങുകയും ഭുജിക്കുകയും ഭോഗിക്കുകയും ചെയ്യുന്ന പച്ചയായ മനുഷ്യരെ തെരഞ്ഞെടുത്തയച്ചു. മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആദം പ്രവാചകൻ അഥവാ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി
അങ്ങനെ ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അബ്രഹാം പ്രവാചകൻ, ലൂത്ത് പ്രവാചകൻ, മോസസ് പ്രവാചകൻ, യേശു ക്രിസ്തു അഥവാ ഈസ അലൈഹിസ്സലാം, ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുതിയ ആശയമല്ല മുഹമ്മദ് നബി ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒന്നാമത്തെ മനുഷ്യൻ, എൻ്റെയും നിങ്ങളുടെയും എല്ലാം പൂർവ്വ പിതാവായ ആദാം പ്രവാചകൻ, ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ എന്ത് സന്ദേശമാണോ മനുഷ്യരെ പഠിപ്പിച്ചത്, അതേ ആശയം തന്നെയാണ് അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്. അതേ ആശയം തന്നെയാണ് യേശു ക്രിസ്തുവും പഠിപ്പിച്ചിരുന്നത്. അതേ ആശയം തന്നെയാണ് മോസസ് പ്രവാചകനും പഠിപ്പിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് മനുഷ്യർ വേർപിരിഞ്ഞുപോയി? ഞാൻ നേരത്തെ പറഞ്ഞു, ജീവനാഡിയേക്കാൾ മനുഷ്യനോട് അടുത്തിരിക്കുന്ന ദൈവം, ആ ദൈവം പഠിപ്പിച്ചു, ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തവനാണ്, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷെ പിൽക്കാലത്ത് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിച്ച പുരോഹിതന്മാർ കടന്നു വന്നു. അവർ മനുഷ്യരെ പഠിപ്പിച്ചു, മനുഷ്യന് നേർക്ക് നേരെ ദൈവത്തിലേക്ക് അടുക്കുക സാധ്യമല്ല, മധ്യവർത്തികൾ, ഇടയാളന്മാർ ആവശ്യമാണ്. പുരോഹിതന്മാർ രംഗത്ത് വന്നു, നിങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊള്ളാം. ഈ പൗരോഹിത്യം മതത്തിൽ കടന്നു വന്നതാണ് മതത്തിൽ ഭിന്നതകൾക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. മതത്തിൻ്റെ സ്വാർത്ഥമായ സ്ഥാപനവൽക്കരണങ്ങൾക്ക് നിദാനമായി തീർന്നിട്ടുള്ളത്. അവിടെയാണ് മതം വർഗീയതയുടെ പ്രേരക ശക്തിയായി തീർന്നിട്ടുള്ളത്. പാവപ്പെട്ടവൻ്റെ പോക്കറ്റടിക്കുന്ന ഭൗതിക താല്പര്യങ്ങളുടെ ചൂഷണത്തിൻ്റെ കേന്ദ്രമായി മതം മാറാൻ കാരണം മതത്തിൽ കടന്നു വന്ന പൗരോഹിത്യമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. അധിക പുരോഹിതന്മാരും അധിക പണ്ഡിത പുരോഹിതരും ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ സ്വത്ത് തികച്ചും അവിശുദ്ധമായ മാർഗത്തിലൂടെ ഭുജിക്കുകയാണ് പണ്ഡിത പുരോഹിതർ ചെയ്യുന്നത്. അവരെ നിങ്ങൾ ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്തരുത് എന്ന് വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കാരണം കാരുണ്യവാനായ ദൈവവുമായി മനുഷ്യന് നേർക്ക് നേരെ ബന്ധപ്പെടാം. അവിടെ ചൂഷണമില്ല, അവിടെ പെട്ടിയില്ല, പെട്ടി വരവില്ല, തട്ടിപ്പില്ല, പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളില്ല. ഒരു ചില്ലിക്കാശ് പോലും ചെലവില്ലാതെ നേർക്ക് നേരെ സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യൻ ബന്ധപ്പെടുകയാണ്. ഇതാണ് പ്രവാചകന്മാർ വന്നുകൊണ്ട് പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം. ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിൽക്കാലത്ത് മനുഷ്യർ പിറകോട്ട് പോയി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാധിക്കേണ്ടുന്ന ദൈവം ഏതെങ്കിലും ഒരു പ്രതിമയിൽ ഒതുങ്ങുന്നതല്ല. കാരണം ഒരു പ്രതിമയുണ്ടാക്കുമ്പോൾ ആ പ്രതിമയുണ്ടാക്കാൻ ഉപയോഗിച്ചൊരു വസ്തു ഉണ്ട്. കല്ലുണ്ടാകാം, കോൺക്രീറ്റ് ഉണ്ടാകാം, സിമൻ്റ് ഉണ്ടാകാം, മാർബിൾ ഉണ്ടാകാം. പ്രപഞ്ചത്തിൻ്റെ അധിപനായ സർവേശ്വരനായ ദൈവത്തെ ഒരു കല്ലിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് ആ ദൈവത്തെ പരിഹസിക്കലാണ്. കാരണം ആ കല്ലിൻ്റെ പോലും സൃഷ്ടാവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം. അതുകൊണ്ട് ഹൈന്ദവ ദർശനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട പോലെ ന പ്രതിമാസ്തി, ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കരുത് എന്ന സന്ദേശം, യേശു പഠിപ്പിച്ച സന്ദേശം, പ്രതിമ നിങ്ങൾ ഉണ്ടാക്കരുത്. മുഹമ്മദ് നബി പഠിപ്പിച്ച സന്ദേശം, നിങ്ങൾ പ്രതിമയുണ്ടാക്കരുത്. നിങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്ന സ്ഥലകാല സമയങ്ങൾക്കതീതനായ സർവേശ്വരനായ ദൈവത്തെ മാത്രം ആരാധിക്കുക. ഇതിൽ വർഗീയതയുണ്ടോ സഹോദരങ്ങളെ? ഇതിൽ വിഭാഗീയതയുണ്ടോ? ഈ സന്ദേശമാണ് പ്രവാചകന്മാർ വന്നുകൊണ്ട് പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ദൈവം അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെപ്പോലെ വർത്തമാന ഭാവി ഭൂത കാലങ്ങളുടെ ബന്ധനമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ കാലം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ ചില ആളുകൾ, വലിയ യുക്തിയുണ്ട് എന്ന് പറയുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണെങ്കിൽ പിന്നെ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന്. ചില ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് മറുപടി ലഭിക്കാറില്ല. ഫിസിക്സിൽ കൊച്ചു ക്ലാസ്സിലെ തന്നെ പഠിച്ചു വന്നിട്ടുണ്ട്. ഊർജത്തെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന തത്വം. ഊർജം അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, രൂപപരിണാമം വരുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ഊർജത്തെ പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പോൾ ഊർജം എവിടെ നിന്ന് വന്നു? ആദ്യം അതെങ്ങനെയുണ്ടായി? ആ ചോദ്യത്തിന് യുക്തിവാദിയിൽ നിന്നും മറുപടി ലഭിക്കാറില്ല. 2, സമയത്തെക്കുറിച്ച് പറയുമ്പോൾ സമയത്തെ വിഭജിച്ചുകൊണ്ട് മിനിറ്റാക്കി, സെക്കൻഡാക്കി, മൈക്രോ സെക്കൻഡുകളാക്കി വിഭജിക്കുന്നു. അങ്ങനെ വിഭജിച്ച് സമയം 0 ആകുന്ന ഒരവസ്ഥ വരണം.
സമയം സീറോ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് ചിന്തിക്കുമ്പോഴേക്കും സെക്കൻഡുകൾ കഴിഞ്ഞു പോകും. കാരണം നമ്മുടെ മസ്തിഷ്കം സമയവുമായി ബന്ധിതമാണ് അതിൻ്റെ സൃഷ്ടിപ്പ്. അതുകൊണ്ട് സമയം സീറോ ആകുന്നൊരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ തന്മാത്രയെ വിഭജിച്ച് ആറ്റമെന്നും ആറ്റത്തെ വീണ്ടും വിഭജിച്ച് നിരവധി കണികളാക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വിഭജിച്ച് മാറ്റർ ദ്രവ്യം സീറോ ആകുന്നൊരവസ്ഥ എത്തണമല്ലോ. പക്ഷെ പദാർത്ഥം പൂജ്യമാകുന്ന അവസ്ഥ സങ്കല്പിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മസ്തിഷ്കം സ്ഥലകാല ബന്ധനങ്ങളിൽ പരിമിതമാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് സ്ഥലത്തിനും കാലത്തിനും അതീതനായ സർവേശ്വരൻ മനുഷ്യനോട് ആവശ്യമുള്ള മാർഗദർശനം മഹാന്മാരായ പ്രവാചകന്മാരെ അയച്ച് വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട് പഠിപ്പിച്ചു. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് നബി. ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പതിപ്പ് വിശുദ്ധ ഖുർആൻ. എന്താണ് ആ ഗ്രന്ഥം? ആ ഗ്രന്ഥത്തെക്കുറിച്ച് ലോകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അമുസ്ലിങ്ങൾ തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചുനാളുകളിലൊക്കെ പലപ്പോഴും മറ്റു മതസ്ഥരിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ ആ ഗ്രന്ഥത്തെ മാറ്റിവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം മറ്റുള്ളവർ തൊട്ടാൽ കണ്ണ് പൊട്ടുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അഫലാ യഅ്ഖിലൂൻ അഫലാ യതദബ്ബറൂൻ അഫലാ യസ്മഊൻ. നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ദൃശ്യപ്രപഞ്ചത്തിലെ 70ഓളം വരുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളിലേക്ക് ഈ വേദഗ്രന്ഥം മനുഷ്യൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതിൻ്റെ 1/3 ഭാഗം വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. കാരണം മനുഷ്യനെ സംസ്കരിക്കുന്നിടത്ത്, മനുഷ്യനെ നന്നാക്കുന്നിടത്ത് എവിടുന്ന് തുടങ്ങണം? അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച, ദൈവം പഠിപ്പിച്ച മെത്തഡോളജി, രീതിശാസ്ത്രം, വിശ്വാസത്തെയാണ് ആദ്യം സംസ്കരിക്കേണ്ടത്. കാരണം വിശ്വാസമാണ് കർമ്മങ്ങളുടെ നിദാനം. നിങ്ങളൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളാണെന്ന് സങ്കല്പിക്കുക. രാത്രി സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായി നാട്ടിലേക്കൊരു വണ്ടി കിട്ടി, ആ സ്റ്റോപ്പിലിറങ്ങി ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നു. എല്ലാ ദിവസവും രാത്രി കയ്യിൽ വെളിച്ചമില്ലാതെ നിങ്ങൾ പോകാറുണ്ട് അങ്ങോട്ട്, ഒരു ഭയവും നിങ്ങൾക്കില്ല. പക്ഷെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ എതിരെ വന്ന ഒരാൾ പറഞ്ഞു, ശ്രദ്ധിക്കണം, ഗോപാലേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആ വളവിൽ പാമ്പുണ്ട്, സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേട്ട അന്ന് മുതൽ നിങ്ങളുടെ നടത്തത്തിൻ്റെ ശൈലി മാറും. എന്തുകൊണ്ടാണ്? ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പുതിയ വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവിടെ എത്തുമ്പോൾ ഭയപ്പെടുന്നു. ഒരു കരിയില അനങ്ങിയാൽ, ഒരു ചുള്ളിക്കം പടർന്നു വീണാൽ ഞെട്ടിത്തരിക്കുന്നു. കാരണം ഒരു പുതിയ വിശ്വാസം കടന്നുകൂടിയതാണ്. വിശ്വാസമാണ് കർമ്മങ്ങളുടെ മാനദണ്ഡം. അതുകൊണ്ട് മനുഷ്യനെ സംസ്കരിക്കുന്ന പ്രവർത്തനം എവിടെ നിന്ന് ആരംഭിക്കണം? അത് ഭരണകൂടത്തെ സംവിധാനിച്ചുകൊണ്ടല്ല, അത് അവൻ ആവശ്യമുള്ള ഭൗതിക സംവിധാനങ്ങൾ നൽകിക്കൊണ്ടല്ല. തുടക്കം എവിടെ നിന്നാകണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആശുപത്രിയിലെ ICUവിൽ വെച്ച് യാത്രയായ ഒന്നുണ്ട്. ദേഹത്തിനപ്പുറത്തുള്ളൊരു ദേഹി, ശരീരത്തിനപ്പുറത്തുള്ളൊരു ആത്മാവ്. ആ ആത്മാവിനെ സംസ്കരിക്കുന്ന പ്രക്രിയയിലൂടെ മാത്രമേ മനുഷ്യനെ സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ആത്മാവിനെ സംസ്കരിക്കാനുള്ള ഉപാധി എന്താണ്? വിശ്വാസത്തെ സംസ്കരിക്കലാണ്. ചൂഷണമുക്തമായ കൃത്യമായ ഏകദൈവ വിശ്വാസം മനുഷ്യനെ പഠിപ്പിക്കുക. അതിലൂടെയാണ് പ്രവാചകന്മാർ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മനുഷ്യരെ മോക്ഷത്തിൻ്റെ യഥാർത്ഥ സാൽവേഷൻ്റെ യഥാർത്ഥമായ തലങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ അതിൻ്റെ 1/3 ഭാഗം നീക്കിവെക്കുന്നത് ഈ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. 2 വിശ്വാസങ്ങൾ: ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം, 2 ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട്. എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? എന്തിനു വേണ്ടിയാണ് ജീവിതം? എവിടെ നിന്ന് വന്നു ഞാൻ, എങ്ങോട്ട് പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. വിളക്കുമരത്തോടത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എവിടെ നിന്ന് വന്നു നമ്മൾ, എങ്ങോട്ട് പോകുന്നു നമ്മൾ? എവിടെന്നാ വന്നത്? അമ്മയുടെ വയറ്റിൽ നിന്നാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കണക്കുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നില്ല. ഒരു സ്പേമും ഓവവും ചേർന്നൊരു സൈഗോട്ടായി രൂപപ്പെട്ട് മാതാവിൻ്റെ ഗർഭാശയഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരുന്നൊരു ഭ്രൂണമായി രൂപപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്ന നിങ്ങളെന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. ശുദ്ധശൂന്യതയിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളായി. ഇനി ഈ യാത്ര എന്നുമുണ്ടോ? ഇല്ല, അവസാനിക്കും. ഒന്നുകിൽ ICUവിൽ വെച്ച്, അല്ലെങ്കിൽ വീട്ടിലെ ബെഡിൽ വെച്ച്, ഓടുന്ന വാഹനത്തിൽ വെച്ച്, അല്ലെങ്കിൽ റോട്ടിൽ വെച്ച്, എവിടെ വെച്ചുമാകാം. ഈ ജീവിതത്തിൻ്റെ അന്ത്യമുണ്ട്. എന്തിനിങ്ങോട്ട് വന്നു? എവിടേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? എന്താകുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇവിടെയാണ് വേദഗ്രന്ഥം ഖുർആൻ മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹല്ലത്താ അലൽ ഇൻസാൻ ഹൈനും മിനദ്ദഹരി
ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പ്രസ്താവ്യയോഗ്യമായ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? മലർന്ന് കിടന്ന് കൈകാലിട്ടടിച്ച് വാവിട്ട് കരയാൻ മാത്രം പഠിച്ചിരുന്ന ഒരു നൂൽബന്ധം പോലും, സ്വന്തമായൊരു നൂൽബന്ധം പോലും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീണു മനുഷ്യ, ഒന്നുമല്ലാത്തൊരു ഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്നിട്ട് ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. കാണാനും കേൾക്കാനും കഴിവുള്ളവനായിക്കൊണ്ട് മനുഷ്യ, നിന്നെ നാം ഈ ലോകത്തേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? നബ്തലി, നാം അവനെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ജീവിതം പരീക്ഷണമാണ്. ശരിയും തെറ്റുമുള്ള, സത്യവും അസത്യവുമുള്ള, ധർമ്മവും അധർമ്മവുമുള്ള ഈ ലോകത്ത് ആര് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു, ആര് അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു, ഈ പരീക്ഷണമാണ് ജീവിതം. ഏത് കാര്യത്തിലും ലോകത്ത് രണ്ട് മാർഗമുണ്ടാകും. ഒന്ന് ശരിയുടെ മാർഗം, മറ്റേ തെറ്റിൻ്റെ മാർഗം. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമ്പത്തുണ്ടാക്കണമോ, രണ്ട് മാർഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. ദാമ്പത്യ ലൈംഗിക ജീവിതമാണോ, രണ്ട് മാർഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. കച്ചവടം ചെയ്യണമോ, രണ്ട് മാർഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏത് കാര്യത്തിലും ഒന്ന് ശരിയുടേതാകും, മറ്റേ തെറ്റിൻ്റെതാകും. അതുകൊണ്ട് ആര് ശരിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നു എന്ന പരീക്ഷണമാണ് ജീവിതം. ഈ ജീവിതം മരണത്തോടു കൂടി തീരുന്നതാണോ? അങ്ങനെയാണോ? എങ്കിൽ ജീവിതത്തിൽ ധർമ്മത്തിന് എന്താ അർത്ഥമുള്ളത്? അയാൾ നല്ലൊരു ഡോക്ടറാണ് എന്നൊരു പേര് മാത്രം, അവളൊരു നല്ല നേഴ്സാണ് എന്നൊരു പേര്, ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയത് കൊണ്ട് നമ്മുടെ ഈ സേവനങ്ങൾ, നമ്മുടെ ഈ അധ്വാനം പൂർണ്ണമായി തീരുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പെരിന്തൽമണ്ണയിലെ പാവപ്പെട്ട രോഗികളുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി രാത്രി സമയത്ത് പോലും ഭൗതിക താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറും, നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്ന ഒരു ഡോക്ടറും, രണ്ടുപേരും മരിച്ചു പോകുന്നു. 6 അടി മണ്ണിൽ രണ്ടുപേരെയും മറവ് ചെയ്യുന്നു. അവിടെ തീരുന്നു ജീവിതം. എങ്കിൽ ആദ്യം പറഞ്ഞ ഡോക്ടർ നടത്തിയ സേവനത്തിന് എന്തർത്ഥമാണുള്ളത്? അയാൾക്ക് എന്ത് ലഭിച്ചു? പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ട് ബ്ലേഡ് കമ്പനി നടത്തി തടിച്ചു കൊഴുത്ത പെരിന്തൽമണ്ണയിൽ കോടീശ്വരനായി മാറിയ ഒരു ബ്ലേഡ് കമ്പനിക്കാരനും, ഇവിടെയുള്ള പാവങ്ങൾക്ക് കൂര വെച്ചു കൊടുത്ത് ജനസേവന പ്രവർത്തനങ്ങളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും ഓടി നടക്കുന്ന ജനസേവകനായ മനുഷ്യനും, രണ്ടാളും മരിക്കുന്നു. പെരിന്തൽമണ്ണയിലെ ഏതോ ഒരു ഖബർസ്ഥാനിൽ, ഒരു ശ്മശാനത്തിൽ 6 അടി മണ്ണിൽ ആ രണ്ടുപേരെയും മറവ് ചെയ്യുന്നു. അവിടെ തീരുന്നു ജീവിതമെങ്കിൽ രണ്ടാമത് പറഞ്ഞ ആളോട് കാണിക്കപ്പെടുന്നത് ക്രൂരതയല്ലേ? ഭർത്താവ് ഗൾഫിലായിരുന്നിട്ടും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അടക്കി ഒതുക്കി കഴിഞ്ഞ പതിവ്രതയായൊരു ഭാര്യ, ഭർത്താവ് ഉണ്ടായിരുന്നിട്ട് പോലും വൈകുന്നേരങ്ങളിൽ വാനിറ്റി ബാഗുമായി നഗരത്തിലേക്ക് ബസ് കയറി മാംസം വിറ്റ് ജീവിച്ചൊരു വേശ്യ, രണ്ടുപേരും മരിച്ചു പോകുന്നു. രണ്ടുപേരെയും 6 അടി മണ്ണിൽ മറവ് ചെയ്യുന്നു. അവിടെ ജീവിതം തീരുന്നുവെങ്കിൽ നിങ്ങൾ മറുപടി പറയുക. വേശ്യാവൃത്തിയെ വിമർശിക്കുന്നതിൽ എന്തർത്ഥം? പാതിവ്രതത്തെ നമ്മൾ പ്രശംസിക്കുന്നതിൽ എന്തർത്ഥം? മരണത്തോടുകൂടി ജീവിതം തീരുന്നുവെങ്കിൽ മൂല്യങ്ങൾക്ക് അർത്ഥമില്ല, സത്യത്തിന് അർത്ഥമില്ല, ധർമ്മത്തിന് അർത്ഥമില്ല. ഞാൻ ഇപ്പോഴും ഓർത്തുപോകുന്ന എൻ്റെ അയൽവാസി, പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ, വയനാട്ടിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ച് ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് തലച്ചോറിൽ പ്രഷർ കൂടി മരിച്ചുപോയതും. അയാളുടെ കണ്ണുനീരിൻ്റെ കൂടെ കഴിയാൻ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ, നല്ലവനായ മനുഷ്യൻ, അയാൾ ചെയ്ത സേവനത്തിന് ഒരു അംഗീകാരവും ഒരു പ്രതിഫലവും ഈ ലോകത്ത് വെച്ച് അയാൾക്ക് ലഭിച്ചിട്ടില്ല. അത് കിട്ടേണ്ടേ? എവിടുന്ന് കിട്ടും? 100 കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന് ഗ്യാസ് ചേമ്പറുകളിലിട്ട് ചുട്ടുകൊന്ന ഭരണാധികാരികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ശിക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലഭിക്കേണ്ടതില്ലേ? എവിടുന്ന് കിട്ടും? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 1/3 ഭാഗം നീക്കിവെക്കുന്നു. മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കാൻ. ഞാനും നിങ്ങളും LP ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മലയാള അക്ഷരം നന്നാകാൻ വേണ്ടി നമ്മൾ കോപ്പി എഴുതിയിരുന്നു. അന്ന് എഴുതി പഠിച്ചിരുന്ന ഒരു കവിതാശകലമുണ്ട്. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗം നമ്മളാണ് പണിയുന്നത്, നമ്മുടെ നരകവും നമ്മളാണ് പണിയുന്നത്. നമ്മുടെ കർമ്മമാണ് മരണശേഷം സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത്. മരണശേഷം ഒരു ലോകം ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. കാരണം നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ കണ്ടൊരു സുഹൃത്ത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. നിങ്ങളുടെ യാത്രയ്ക്ക് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഒരു ഓഫ് ഡേയിൽ തൂമ്പയെടുത്ത് പാടത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുന്നു എന്ന് വഴിയിൽ കണ്ട ആൾ ചോദിച്ചാൽ നിങ്ങൾക്കൊരു മറുപടിയുണ്ട്. ബാഗുമെടുത്ത് രാവിലെ പുറപ്പെട്ട നിങ്ങളുടെ മകനോട്
എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളിലേക്ക് എന്ന് അവൾക്ക് മറുപടിയുണ്ട്. ജീവിതത്തിലെ ഏത് യാത്രയ്ക്ക് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. ഏത് ചെറുവിരൽ അനക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിനു പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. എങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഏതു കാര്യത്തിനും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമല്ല, കർമ്മത്തിൻ്റെ അപ്പുറത്താണ് ലക്ഷ്യമുള്ളത്. നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ഒരാളോട് എന്തിന് കൃഷി ചെയ്യുന്നു വെച്ചാൽ കൃഷി ചെയ്യാൻ വേണ്ടി എന്ന് പറയാറില്ല. 4-5 മാസം കഴിഞ്ഞ് വിളവെടുപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് കൃഷിക്ക് അയാൾക്ക് പ്രേരണ നൽകുന്നത്. 4-5 ലക്ഷം മുടക്കി ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുമ്പോൾ കോഴ്സിന് ചേരാൻ വേണ്ടി എന്ന ലക്ഷ്യമല്ല, മറിച്ച് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. കർമ്മത്തിനപ്പുറത്താണ് ലക്ഷ്യമുള്ളത്. എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? ഖുർആൻ പഠിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിനപ്പുറത്താണ്. ആ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 70ഓളം വരുന്ന ശാസ്ത്രീയ വിജ്ഞാനീയങ്ങളെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. മോറിസ് ബുക്കായ് എന്ന വിഖ്യാതനായ ആംഗലേയ ബിഷഗ്ഗരൻ ഡോക്ടർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീർന്നത് ഖുർആനിലെ ഭ്രൂണശാസ്ത്ര സംബന്ധിയായ ചില പരാമർശങ്ങളാണ്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അത്ഭുതകരം. 14 നൂറ്റാണ്ട് മുമ്പ് ഭ്രൂണശാസ്ത്രം അറിഞ്ഞിട്ടില്ലാത്ത പ്രവാചകന്റെ നാവിലൂടെ ലോകത്തിൻ്റെ ദൈവം പഠിപ്പിച്ച വാക്കാണ് മനുഷ്യ ഭ്രൂണത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്. അതിനെ ഒട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാക്കി മാറ്റിയതിന്. ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായി പറയേണ്ടതുണ്ട്. സോക്രട്ടീസിൻ്റെ പ്ലാറ്റോവിൻ്റെ കാലഘട്ടത്തിൽ ആർത്തവ രക്തം കട്ടപിടിച്ചാണ് കുഞ്ഞായി മാറുന്നത് എന്നാണ് പ്രാചീന ഗ്രീസിലെ സങ്കല്പമുണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെ സ്പേം പുംബീജം വളർന്നാണ് കുഞ്ഞായി മാറുന്നതെന്നും ഗർഭാശയം അതിൻ്റെ വളർച്ചയുടെ ഇരിപ്പിടം മാത്രമായി മാറുന്നു എന്ന സങ്കല്പമാണ് ശാസ്ത്രലോകത്തുണ്ടായിരുന്നത്. മിൻ നുത്ഫത്തിൻ അംഷാജ്, ഫ്രം ഫെർട്ടിലൈസ്ഡ് സൈഗോട്ട്, സങ്കലിത ബീജത്തിൽ നിന്ന് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. അവിടെ ഒരു ലീച്ച് കുളയട്ടയുടെ ഘടനയിൽ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരുന്ന ബീജത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച വാക്കുകളാണ് മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ അതല്ല പ്രധാന വിഷയം. അത് പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം എന്താണ്? എംബ്രിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് നിങ്ങൾ മരണപ്പെടും, മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരുന്ന സൈഗോട്ടായി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് പ്ലാസൻ്റയുടെ ആ 3 ആവരണങ്ങൾക്കുള്ളിൽ ആംനിയോൺ, കോറിയോൺ, ഡെസിഡുവ ആവരണങ്ങൾക്കുള്ളിൽ നിങ്ങളെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ദൈവം തമ്പുരാൻ മരണശേഷം വീണ്ടും മണ്ണോട് ചേർന്ന് കഴിഞ്ഞ നിങ്ങളെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ആ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ. അതിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തേനീച്ച എന്നാണ്. തേനീച്ചയെക്കുറിച്ച് സ്വാമർഡാം എന്ന ആസ്ട്രിയക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ 20 വർഷം ഗവേഷണം നടത്തിയിട്ടാണ് തേനീച്ചയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ടെത്തിയത്. വിശദീകരിക്കാൻ സമയമില്ല. വാഗിൾ ഡാൻസ് എന്ന പേരിൽ തേൻ കണ്ടെത്തിയ ഈച്ച കൂട്ടിനടുക്കൽ വന്ന് പറക്കുന്നതും ആ പറക്കുന്ന ഈച്ചയുടെ പറക്കലിൻ്റെ ആംഗിളും സൂര്യനും തമ്മിലുള്ള ആ സമയത്തുള്ള ആംഗിൾ നോക്കിയിട്ടാണ് ദിശ നിർണ്ണയിക്കുന്നതെന്നും പറക്കുന്ന ചുറ്റിലെ എണ്ണം കണക്കാക്കിയിട്ടാണ് എത്ര ദൂരെയാണ് തേനുള്ളത് എന്ന് കൂട്ടിലെ ഈച്ചകൾ കണ്ടെത്തുന്നതും ഒക്കെയുള്ള അത്ഭുതങ്ങൾ തേനീച്ചയുടെ ജീവിതം. വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വഔഹാ റബ്ബുക ഇലൻ നഖ്ൽ അനി തഖ്ദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ്ശജരി വമിമ്മാ യഅരിശൂൻ. മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന വസ്തുക്കളിലും ഗിരിശൃംഗങ്ങളിലും മരങ്ങളിലും കൂടുണ്ടാക്കാൻ തേനീച്ചയ്ക്ക് ബോധനം നൽകിയത് ആ ദൈവമാണ്. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത് ഫസ്ലുകി സുബുല റബ്ബികി ദുലുല. പിന്നീട് വ്യത്യസ്തങ്ങളായ വഴിയിൽ സഞ്ചരിക്കാനും ഫലങ്ങളിൽ നിന്ന് പൂവുകളിൽ നിന്ന് തേൻ ശേഖരിക്കാനും അവിടെ ഉപയോഗിച്ചത് കുലി അഥവാ അറബി ഭാഷയിലെ സ്ത്രീലിംഗ പദമാണ്. 1876 സ്വാമർഡാം എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത് പെണ്ണീച്ചയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന്. ഞാൻ പറയുന്നത്, ഈ വേദഗ്രന്ഥം ദൈവം സമർപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വാക്കുകൾ, ആ ദൈവം ഇത് പഠിപ്പിച്ചത് പ്രാണിശാസ്ത്രത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല,
മറിച്ച് ഈ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് മരണശേഷം ഒരു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബിയുടെ മുമ്പിൽ വന്നിട്ട് ചില ആളുകൾ ചോദിച്ചു, ദ്രവിച്ച എല്ലുകൾ കയ്യിലെടുത്തിട്ട് അതിനെ പൊടിച്ച് ധൂളികളാക്കി ഊതി പറപ്പിച്ചിട്ട് വിട്ടുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ് എന്തൊരു വങ്കത്തമാണ് ഈ പറയുന്നത്? ഈ ദ്രവിച്ച എല്ലുകളിൽ നിന്ന് മനുഷ്യനെ വീണ്ടും പുനർജനിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗവും നരകവും ഒക്കെ നൽകുകയോ? അവിടെയാണ് തിരിച്ചൊരു ചോദ്യം പ്രപഞ്ചത്തിൻ്റെ നാഥൻ വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചത്. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എവിടെയെങ്കിലും 5 സെന്റ് ഭൂമി വാങ്ങിയാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ആധുനിക യുഗത്തിൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് 5-8 സ്ഥലത്ത് കൈകൊണ്ട് ഒപ്പിട്ട ശേഷം രജിസ്ട്രാർ പറയും, ആ ഇടത് കൈയുടെ തള്ളവിരലൊന്ന് തരി, ഒരു തമ്പ് ഇംപ്രഷൻ വേണം. എന്താ ഈ ആധുനിക യുഗത്തിലും എന്തിനിത്? 600 കോടിയിലേറെ മനുഷ്യരുള്ള ലോകത്ത് കൃത്രിമത്വം സാധ്യമാകാത്ത ഒരേ ഒരു കാര്യം മനുഷ്യൻ്റെ വിരലടയാളം. ക്രിമിനോളജിയിലെ 100% അംഗീകരിക്കപ്പെട്ട തെളിവ്. ഇത് മുന്നിൽ വെച്ചിട്ടാണ് ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഈ അത്ഭുതം ലോകത്തിന് അറിയാത്ത കാലഘട്ടത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ഈ ചോദ്യം ചോദിച്ച ശത്രുക്കളുടെ മുന്നിൽ ഓതിക്കൊടുക്കാൻ പ്രപഞ്ചത്തിന്റെ നാഥൻ മുഹമ്മദ് നബിയോട് കൽപ്പിച്ചു. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ദ്രവിച്ച എല്ലുകളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കയില്ല എന്ന്? അവൻ്റെ വിരലഗ്രങ്ങളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഞാൻ എന്നിരിക്കെ. അത്ഭുതമാണിത്. നിങ്ങൾ ഗൾഫ് രാഷ്ട്രത്തിലൊരു എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ഐ ടെസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. കണ്ണിലെ കൃഷ്ണമണിക്ക് ചുറ്റിലുമുള്ള സംവിധാനം ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണ്. മുടിയുടെ ഘടന, രാസഘടന ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായതുകൊണ്ടാണല്ലോ ബലാത്സംഗ കേസുകളിൽ പ്രതിയുടെ ഒരു മുടിയുടെ പലപ്പോഴും കേസിന് തുമ്പുണ്ടാക്കുന്നത്. എത്ര അത്ഭുതമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്! ഈ സംവിധാനിച്ച ദൈവമാണ് പറയുന്നത്, മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞ ശേഷവും നിങ്ങളെ വീണ്ടും പുനർജനിപ്പിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് സ്വർഗവും നരകവും നൽകുന്നവനാണ് ഞാൻ. ഈ വിഷയമാണ് വിശുദ്ധ ഖുർആൻ ഏകദേശം 1/3 ഭാഗം നീക്കിവെക്കുന്നത്. അവശേഷിക്കുന്ന 1/3 ഭാഗം മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് കുടുംബരംഗങ്ങളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, സാമൂഹിക മേഖലകളിൽ അവൻ കാത്തു സൂക്ഷിക്കേണ്ടുന്ന നന്മയുടെ സാരാംശം ഒരു വചനം മാത്രം സമയപരിമിതി കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 4-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം, വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ അല്ലാഹുവിനെ, ദൈവത്തെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. 2-ാമത്തെ നിങ്ങളുടെ ബാധ്യത എന്താണ്? 1-ാമത്തെ ബാധ്യത സ്രഷ്ടാവായ ദൈവത്തോടുള്ള ബാധ്യതയാണ്. 2, നിങ്ങൾക്ക് ജന്മം നൽകിയ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. നമ്മെ നാമാക്കിയതിൻ്റെ പിന്നിൽ 2 പേരുടെ കണ്ണുനീരുണ്ട്, കഷ്ടപ്പാടുണ്ട്. രാവിനെ പകലാക്കി മാറ്റിയ അമ്മയുടെ, അച്ഛൻ്റെ, ഉമ്മയുടെ, ഉപ്പയുടെ പരിദേവനങ്ങളും കണ്ണുനീരുകളും കഷ്ടപ്പാടുകളുമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പുരോഗതിയുടെ പവിടവുകൾ ചവിട്ടിക്കയറുമ്പോഴും മറന്നു പോകരുതേ ആ വൃദ്ധരായ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ. അച്ഛൻ്റെ മുതുകിലെ വളവിന് പിന്നിൽ നമുക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ കഥകളുണ്ട്. അമ്മയുടെ മുഖത്തെ ചുളിവുകൾക്ക് പിന്നിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിൻ്റെ കഥകളുണ്ട്. മറന്നു പോകരുതേ അവരെ, അവരോടുള്ള ബാധ്യത. പിന്നെ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വമാ മലക്കത് ഐമാനുക്കും. നീണ്ട നന്മയുടെ സാരാംശമാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നീ നിന്റെ അയൽക്കാർക്ക്, ബന്ധുവാകട്ടെ ബന്ധുവല്ലാത്തവരാകട്ടെ, അയൽക്കാർക്ക് നന്മ ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്പമേ ഉള്ളുവെങ്കിൽ ആ കറിയിൽ വെള്ളം കൂടുതൽ ചേർത്ത് അധികരിപ്പിച്ചെങ്കിലും അയൽക്കാരൻ്റെ പട്ടിണി മാറ്റണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ. കാരുണ്യത്തിൻ്റെ സന്ദേശം. അതുപോലെ തന്നെ നിന്റെ സുഹൃത്തുക്കളായ ആളുകൾ, അവർക്ക് നന്മ ചെയ്യണം. അഗതികൾക്കും അനാഥർക്കും നന്മ ചെയ്യണം. പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരാൾ ചോദിക്കുന്നു, പ്രവാചകൻ, എൻ്റെ മനസ്സ് സങ്കുചിതമായിരിക്കുന്നു, അതൊന്ന് വിശാലമായി കിട്ടാൻ എന്തുണ്ട് മാർഗം? പ്രവാചകന്റെ പ്രത്യുത്തരം, നീ ഒരു അനാഥന്റെ ശിരസ് തലോടുക, നിന്റെ മനസ്സിന് വിശാലത ലഭിക്കും. അനാഥന്റെ കണ്ണുനീരൊപ്പുന്ന സേവന പ്രവർത്തനങ്ങൾ വിശ്വാസിയുടെ ബാധ്യതയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്ന, എരിയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, പ്രതിസന്ധികളെ പരിഹരിക്കുന്ന ആശ്വാസത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സന്ദേശമാണ് മതം. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മതത്തിലെ 2-ാമത്തെ അക്ഷരത്തിന് മാറ്റം വന്നു മതമായി, ഭ്രാന്തായി മാറിയ ആധുനിക സാഹചര്യത്തിന് പകരം മതം മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന, യോജിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യ സ്പർശമാണ്. ഒരേ വായു ശ്വസിക്കുന്ന, ഒരേ വെള്ളം ശ്വസിക്കുന്ന, ഒരേ ഭൂമിയുടെ പ്രതലത്തിൽ ഒരേ സൂര്യൻ്റെ ചൂടും പ്രകാശവും ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലക്ക് ആ ദൈവത്തിൻ്റെ തൃപ്തി സമ്പൂർണ്ണമായി നേടിയെടുക്കാൻ
അതിൻ്റെ ലക്ഷ്യം മുന്നിൽ വെച്ച് മരണാനന്തര ലോകത്തിലെ സ്വർഗമെന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള മനുഷ്യൻ നടത്തുന്ന അധ്വാനം. ആ അധ്വാനത്തിലെ മനുഷ്യൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് ആരാധന അനുഷ്ഠാനങ്ങൾ. അതിലേറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒന്നാണ് വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന നോമ്പ്. ദൈവം നൽകിയ വെള്ളം, ദൈവം നൽകിയ ഭക്ഷണം, ദൈവം അനുവദിച്ച പകൽവേളയിൽ ഇണയുമായുണ്ടായിരുന്ന ദാമ്പത്യ ബന്ധങ്ങൾ, അതെല്ലാം ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല എന്ന പ്രഖ്യാപനമാണ് നോമ്പ്. ദുഃഖകരമെന്ന് പറയട്ടെ, റമസാൻ സപ്ലിമെൻറ്റുകൾ, റമസാൻ പതിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് ഇറക്കപ്പെടുന്ന പലതിലും ആകെ പത്തിരിയുടെ, പൊറോട്ടയുടെ, അപ്പത്തിൻ്റെ, അപ്പത്തരങ്ങളുടെ കഥകൾ പെരുപ്പിച്ച് കാണിക്കുന്ന, നോമ്പെന്ന് പറഞ്ഞാൽ പകൽ പട്ടിണി കിടന്ന് രാത്രി സുഭിക്ഷമായി ആഹരിക്കാനുള്ള എന്തോന്നാണ് എന്ന തെറ്റിദ്ധാരണ അറിഞ്ഞോ അറിയാതെയോ പകർത്തപ്പെട്ടു പോകുന്നു. ക്ഷമിക്കുക. സഹനത്തിലൂടെ സമർപ്പണത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് വിശ്വാസിയെ നയിക്കുന്ന ഏറ്റവും ഉന്നതമായ ആരാധനാ രൂപമാകുന്നു ഈ പരിശുദ്ധമായ വ്രതം. അതേപോലെ തന്നെ നമസ്കാരം. സമയപരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സുജൂദ്, സാഷ്ടാംഗം, 7 ശരീരഭാഗങ്ങൾ, 5-5.5 അടി പൊക്കമുള്ള മനുഷ്യൻ 3 അടിയോളമായി ചുരുങ്ങി. എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ മറ്റൊന്നും വലുതല്ല. എനിക്കെൻ്റെ കച്ചവടത്തേക്കാൾ, എൻ്റെ ജോലിയേക്കാൾ, എൻ്റെ ബാങ്ക് ബാലൻസിനേക്കാൾ, എൻ്റെ കുടുംബ ബന്ധത്തേക്കാൾ എല്ലാത്തിനേക്കാളും വലുത് ദൈവമാകുന്നു. ആ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. എന്താണോ വാക്കിനർത്ഥം? ആ വാക്ക് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അമുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ ചൊല്ലുന്ന വാക്കാണ് എന്ന് പോലും എവിടെയോ ആരോ എഴുതി വെച്ചത് ഞാൻ ഓർത്തു പോകുന്നു. അല്ല, മറിച്ച് അല്ലാഹു അക്ബർ എന്നാൽ അല്ലാഹു, പ്രപഞ്ചത്തിൻ്റെ ദൈവം, സർവേശ്വരൻ, ഹിരണ്യഗർഭൻ യഹോവ, അവനാകുന്നു ഏറ്റവും മഹാൻ. ആ പ്രഖ്യാപനമാണ് നമസ്കാരത്തിൽ നിർവഹിക്കുന്നത്. 3-3.5 അടിയോളമായി ചുരുങ്ങി 7ഓളം ശരീരഭാഗങ്ങൾ മണ്ണിൻ്റെ പ്രതലത്തിൽ വെക്കുന്ന നിമിഷം തലച്ചോർ ഹൃദയത്തിൻ്റെ താഴെയാകുന്ന നിമിഷമാണ്. തലച്ചോർ ഹൃദയത്തിൻ്റെ താഴെയാകുന്ന നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് പകർത്തപ്പെടുന്ന, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണർവും ഓജസ്സും ഉണ്ടാകുന്ന നിമിഷം ദൈവത്തിലേക്ക് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തത്വചിന്ത സമ്പൂർണമായൊരു പ്രവാചക വചനത്തിൽ കാണാം മുഹമ്മദ് നബിയുടെ വാക്ക്, വഖുറത്തു ഐനി ഫിസ്സലാത്ത്. എൻ്റെ കൺകുളിർമ, എൻ്റെ ആനന്ദം ഏതിലാണ്? നോട്ടുകെട്ടുകൾ എണ്ണുന്നതിൽ, ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിലല്ല. വഖുറത്തു ഐനി ഫിസ്സലാത്ത്, എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ്റെ ലോകത്ത്, ചന്ദ്രൻ്റെ ലോകത്ത്, താരാപഥത്തിലെ നക്ഷത്രങ്ങളിൽ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത പോലെ മനുഷ്യ ലോകത്തും പ്രശ്നങ്ങളില്ലാതെ ശാന്തി സുന്ദരമായൊരവസ്ഥ വരും ഈ സമർപ്പണത്തിന് മനുഷ്യൻ തയ്യാറാകുമ്പോൾ. വിശ്വാസരംഗത്ത് വൈജാത്യങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ടാകാം. പക്ഷെ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. നീ ഏകദൈവ വിശ്വാസിയാകണം, ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷെ അപ്പോൾ പോലും മുസൽമാൻ ശ്രദ്ധിക്കേണ്ടത് അന്യന്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല. അങ്ങനെ നീ ചെയ്താൽ നിങ്ങളുടെ ആരാധ്യനെ അവരും ചീത്ത വിളിക്കാൻ കാരണമാകും. വർഗീയതയ്ക്ക് പ്രേരണയല്ല, മറിച്ച് വിശാലമായ മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. കാരുണ്യത്തിന്റെ സന്ദേശമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. സകാത്ത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, ഔദാര്യമല്ല അത്. സമ്പന്നന്റെ വീട്ടുപടിക്കൽ പാവപ്പെട്ടവൻ പോയി ക്യൂ നിൽക്കുന്ന സിസ്റ്റം അല്ല, മറിച്ച് 2.5%, 5%, 10% പാവപ്പെട്ടവന്റെ അവകാശമാണ്, പിടിച്ചെടുത്ത് നൽകണം എന്ന് പഠിപ്പിച്ചു. അതിനപ്പുറം കാരുണ്യത്തിൻ്റെതായ സേവന പ്രവർത്തനങ്ങളിലും വിശ്വാസികൾ മുഴുകണം. ഇന്ന് സേവന പ്രവർത്തനങ്ങൾ പോലും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഉപാധിയായി മാറി അപകടകരമായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറിട്ട് നിൽക്കുന്നു. നമുക്ക് കാണാം, പ്രവാചകന്റെ വീട് പലപ്പോഴും പട്ടിണിയുള്ള വീടായിരുന്നു. ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, 3 തുടർച്ചയായ ദിവസങ്ങൾ അടുപ്പിൽ നിന്ന് പുക ഉയരാത്ത അവസ്ഥ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു സ്ത്രീ കടന്നു വരുന്നത്, പട്ടിണി പാവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ വിളിച്ച് ചോദിച്ചു, ആയിഷ എന്തുണ്ട് അവർക്ക് നൽകാൻ? ഭാര്യയുടെ മറുപടി, പ്രവാചകരെ 3 ഈത്തപ്പഴങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വീട്ടിൽ. പ്രവാചകൻ കൽപ്പിക്കുന്ന ആ 3 ഈത്തപ്പഴം എടുത്തു കൊടുക്കൂ. 3 ഈത്തപ്പഴങ്ങളും എടുത്ത് ആ സ്ത്രീക്ക് നൽകി. ഓരോ ഈത്തപ്പഴവും തൻ്റെ ഒക്കത്തിരിക്കുന്ന ഓരോ കുഞ്ഞിനും ആ സ്ത്രീ നൽകി. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പിഞ്ചുമക്കൾ ആർത്തിയോടുകൂടി അത് കഴിച്ച ശേഷം ഉമ്മയുടെ കയ്യിലിരിക്കുന്ന 3ാമത്തെ ഈത്തപ്പഴത്തിലേക്ക് ആ പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ്. മക്കളെ നൊന്തുമറ്റ സ്നേഹസമ്പന്നയായ മാതാവ് തൻ്റെ വിഹിതമായ 3ാമത്തെ ഈത്തപ്പഴം സ്വയം കഴിക്കുന്നതിന് പകരം അത് 2ആയി പകുത്ത് തൻ്റെ
2 മക്കൾക്കും നൽകുന്ന രംഗം നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കി നിൽക്കുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിൻ്റെ പ്രതിരൂപം. കല്ലെറിഞ്ഞ ആളുകൾക്ക് പോലും അഭയവും തണലും സുരക്ഷയും നൽകിയ മഹാനായ പ്രവാചകൻ. ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ വർഗീയതയില്ല. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം സമർപ്പിച്ച വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്ത ഈ മോക്ഷമാർഗം, ഏകദൈവ സിദ്ധാന്തം, ഏകദൈവ ആരാധന, ഇസ്ലാം, അതിൻ്റെ ഹ്രസ്വമായൊരു രൂപം അതുമാത്രമാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുക. നമുക്കെല്ലാവർക്കും വായു നൽകിയ, വെള്ളം നൽകിയ, ജീവൻ നൽകിയ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം മരണാനന്തര ലോകത്തെ മോക്ഷത്തിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഈ കാരുണ്യത്തിൻ്റെ സന്ദേശം അടുത്തറിയാൻ നിങ്ങളേവരും തയ്യാറാകണമേ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസത്തിൻ്റെ തണലായി വർത്തിക്കുന്ന ഈ മഹത്തായ ആതുരാലയത്തിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സംഘാടകരായ ആളുകൾക്ക്, ഈ സ്ഥാപനത്തിൻ്റെ അധികാരികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഇത്രയും സമയം സാഗൂതം ഈ എളിയവൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതുകൂർപ്പിച്ചിരുന്ന നിങ്ങൾക്ക് ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജഗന്നിയന്താവായ കാരുണ്യവാനായ തമ്പുരാൻ സത്യം സത്യമായി ഉൾക്കൊള്ളാനും സത്യം മുറുകെ പിടിച്ച് ജീവിക്കാനും മരണാനന്തര ലോകത്ത് മഹാന്മാരായ ആളുകളുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.